ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇത് ചെന്നൈ ട്രിപ്പിലെ അവസാനത്തെ വ്ളോഗാണ്. ചെന്നൈയിൽ നിന്ന് പോരുന്നതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം ഞങ്ങൾ മേയഴകൻ ഫിലിമിലൂടെ ഫേമസ് ആയിട്ടുള്ള പാരറ്റ് സുദർശൻ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് ഇരുന്ന് പോയത്. ഇവിടെ പോകാൻ ഞങ്ങളെല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിരുന്നു. തലേ ദിവസം വരെ വിളിച്ചു, സ്ലോട്ട് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു. ആൻഡ് അവർ നമ്മളോട് ഷാർപ്പ് 4:30 ആകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞു. ആൻഡ് കുറച്ച് നമ്മളോട് റൂൾസൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ പേസ്റ്റൽ ഷെയ്ഡുള്ള ഡ്രസ്സ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പാരറ്റ്സിന് വേണ്ടിയിട്ട് റോ പീനട്ട്സ് കൊണ്ടുവരാം. റൂളായിട്ടെന്നല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അവരിതൊരു സർവീസ് ആയിട്ടാണ് നടത്തുന്നത്, അതുകൊണ്ട് അവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ഷാർപ്പ് 4:30 ആകുമ്പോൾ എത്തി. ആൻഡ് അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലെയാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തത്. ഒരു വാം വെൽക്കമിങ് തന്നെ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലീൻ്റെ വക. അവരുടെ വൈഫായാലും മകളായാലും എല്ലാവരും ഒരു വാം വെൽക്കമിങ് തന്നെ നമുക്ക് തന്നു. പിന്നെ നമ്മൾ ടെറസ് ഏരിയയിലേക്ക് പോയി. അവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അവിടെ സീറ്റ് ആവണം. അതിന് മുന്നേ ഫുഡൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യണം പാരറ്റ്സിനുള്ള. അതിന് നമുക്കും ഹെൽപ്പ് ചെയ്യാം. പാരറ്റ്സിന് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചരി 2 മണിക്കൂർ മുൻപേ കുതിർത്തി വെച്ചതും പിന്നെ റോ പീനട്ട്സുമാണ് കൊടുക്കുന്നത്. അത് സെർവ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ചെറിയൊരു 1 മിനിറ്റ് പ്രെയറൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ സെർവ് ചെയ്തൊക്കെ റെഡി ആയിട്ട് നമ്മളെല്ലാവരും ആ ഒരു ബെഞ്ചിൽ വന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെ പാരറ്റ്സ് ഇങ്ങനെ പറന്ന് വന്നിങ്ങനെ ഇറങ്ങും. അതൊരു പ്രത്യേക തരം കാഴ്ചയാണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അതിന് നമ്മൾ ഫുഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ പാരറ്റ്സ് ഇങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ ഫുൾ റൗണ്ട് അടിക്കും. അതേപോലെ ആ ബാക്കിൽ ആ ട്രീൻ്റെ മേലെ നിറയെ ഉണ്ടാവും. നമുക്ക് ഇല ഏതാ പാരറ്റ്സ് ഏതാന്ന് തന്നെ മനസ്സിലാവില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് സത്യം പറഞ്ഞാൽ. പാരറ്റ്സിൻ്റെ ഒരു ഗ്രീൻ കളറും അതേപോലെ ടെയിലിൻ്റെ പോർഷനിലേക്കുള്ള ആ ഒരു ബ്ലൂ കളറും എല്ലാം കൂടി ഭയങ്കര നമ്മളെ കണ്ണിന് തന്നെ ഭയങ്കര കുളിർമയേകുന്നൊരു കാഴ്ചയാണ്. എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവരും ചെന്നൈയിൽ പോകുമ്പം എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരം ഒരു ഹാപ്പിനെസ്സാണ് എന്തായാലും. പിന്നെ നമ്മൾ ആ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട് അവിടുന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത്. നമ്മൾ പോയെന്ന് എബവ് 1500 ഇങ്ങനെ പാരറ്റ്സ് ഉണ്ട്. അതൊരു ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇത്ര കുറവ്, ഇതിലും കൂടുതൽ ഉണ്ടാവാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു, അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മറീന ബീച്ചിലേക്കാണ്. ചെന്നൈയിലെ എല്ലാവർക്കും അറിയാം ഒരു ലാൻഡ് മാർക്ക് തന്നെയാണ് മറീന ബീച്ചും. ഇതാണ് എല്ലാവരും ഈ സ്റ്റേഡിയം ഏതാണ് കമൻറ്റ് ബിലോ. നമ്മൾ മറീന ബീച്ചിലെത്തി. സുട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ബീച്ച് എന്ന് പറഞ്ഞ സമയത്ത്. പിന്നെ അവിടെ കുറേ ടോയ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛാ അത് വേണം ഇത് വേണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല, എല്ലാവർക്കും അവിടെ വരെ നടക്കാനുള്ള മടി. പിന്നെ നമ്മളവിടെ തൊട്ടടുത്തുള്ള MGRും അതേപോലെ ജയലളിത മാമിൻ്റെയും മെമ്മോറിയലിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അത്രയ്ക്കൊന്ന് ഈ ഒരു ദിവസം നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ പോരുന്നതിൻ്റെ മുൻപേ ചെന്നൈയിലെ ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ഡയും കൂടി കുടിച്ചിട്ട് ആ ഒരു ദിവസം എൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിങ്ങിനുള്ള ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ പോരുന്ന ദിവസത്തായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പം ട്രെയിനൊന്നും ഓപ്പൺ ആക്കി തന്നിട്ടില്ല. അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിൻ ഓപ്പൺ ചെയ്തു. നമ്മളുള്ളിൽ കയറി ഒക്കെ ഒന്ന് സെറ്റായി നമ്മളെ സീറ്റിലൊക്കെ. അപ്പോൾ ചാച്ചനും മേമയും വിളിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ട്രെയിനിൽ കയറിയില്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് കോഴിക്കോടെത്തി. നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞങ്ങൾ എണീറ്റിട്ടും സുട്ടു എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ സുട്ടുവിനെ ഞാൻ ഇങ്ങനെ എടുത്ത്, സുട്ടു ഇതാ നമ്മളിവിടെ എത്തി, എണീക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സുട്ടു സ്റ്റിൽ നല്ല ഉറക്കത്തിലാണ്. ഞാൻ ആ കോഴിക്കോട് എന്നുള്ളൊരു ബോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം ക്യാമറ ഓണാക്കി വെച്ച്. പക്ഷെ കറക്റ്റ് ആ ടൈം ആയ സമയത്ത് ഞാൻ എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ ഏട്ടനോട് എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ആ ടൈം തന്നെ ആ ഒരു ബോർഡ് കടന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കോഴിക്കോട് എന്നുള്ള ബോർഡിൻ്റെ ഒരിത് കാണിച്ചു തരാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല ക്ലിപ്പ്. അപ്പം അത്രയ്ക്ക് തന്നെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ച് വരുന്നവരെ ബൈ ബൈ.